ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മലയാള സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്ന്, ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും എന്താ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള, ഞങ്ങളുടെ നാടിന്റെ കഥ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാടിന്റെ കഥ പറയുന്ന ഒരു സിനിമ ഇതാണ് എന്ന് ധൈര്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി കുമ്പളങ്ങി നൈറ്റ്. 2019 ഈ പടം റിലീസ് ആവുന്നത്. ഇപ്പൊ ഏകദേശം 7 വർഷം കേട്ടോ. 7 വർഷത്തിനിടെ ഈ സിനിമ ഡയറക്ട് ചെയ്ത ക്രിയേറ്റർ മധു സി നാരായണൻ പിന്നീട് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ സിനിമ പ്രാന്തന്മാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ഒരു കിഡിലൻ ഡയറക്ടർ ഒരു അടിപൊളി പടം ഉണ്ടാക്കിയിട്ട് 7 വർഷമായിട്ട് പിന്നെ ഒരു പടം പോലും ഇല്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അയാള് ഇനിയും കൂടുതൽ സിനിമകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ, കൂടുതൽ മീൻസ് ചടപടാ പടവർക്ക് കൊണവാക്കണം എന്നല്ല, എന്നാൽ ഏതെങ്കിലും കാലത്ത് ഒരു സിനിമ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മൾ വെയിറ്റിംഗ് ആണ് അയാൾ ഇനിയും സിനിമകൾ ചെയ്യാനായിട്ട്. ഈ പടം ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ള സിനിമയാണ്. എനിക്കിതൊരു ഭയങ്കര ഒരു റിലാക്സേഷൻ, അല്ലെങ്കിൽ എന്താണ്, നമ്മളിങ്ങനെ വല്ലാണ്ട് സ്ട്രെസ് ആയിട്ട് വല്ലാണ്ട് മെന്റലി ബുദ്ധിമുട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് ഒരു തെറാപ്പി പോലെ ഞാൻ കാണുന്ന സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്. ഈ സിനിമ ഞാൻ ആദ്യം കാണുമ്പോൾ എനിക്ക് കണക്ട് ആയ ഒരു പടമാണ്. ഫ്രാങ്കി, അതായത് മാത്യൂസിന്റെ കഥാപാത്രം, ഇവര് ഫുട്ബോൾ കളിക്കുമല്ലോ പുറത്തൊരു അക്കാഡമിയില്. അവിടെ ഫുട്ബോളെല്ലാം കളിച്ച് പിറ്റേ ദിവസം അവര് ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത് എല്ലാവരും വീട്ടിലേക്ക് വരും. അപ്പൊ അന്ന് രാത്രി ഈ കുട്ടികൾ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഈ ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യും. ലീവുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊക്കെ പോകണം എന്നൊക്കെ പറയുന്ന പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ ഫ്രാങ്കിയോട് ചോദിക്കുന്നുണ്ട്, എടാ നമുക്ക് കൊച്ചിക്ക് വിട്ടാലോ, കൊച്ചിയിൽ സ്ഥലമൊക്കെ കറങ്ങിയിട്ട്, എന്ന് വെച്ചാൽ ഈ ഫ്രാങ്കിയുടെ വീട്ടിലൊന്ന് സ്റ്റേ ചെയ്തിട്ട് കൊച്ചി മൊത്തം കറങ്ങാനാണ് ഇവരുടെ പ്ലാൻ. അതായത് ഫ്രാങ്കി പറയുന്നൊരു കാര്യമുണ്ട്, അതായത് എടാ വീട്ടിലെല്ലാവർക്കും ചിക്കൻ ബോക്സ് അടിച്ച് കിടപ്പാണെന്ന്. ആ ഡയലോഗ്, അതായത് സിനിമ തുടങ്ങി 4-ാമത്തെ മിനിറ്റിൽ പറയുന്ന ആ ഡയലോഗ് മുതൽ ഈ പടം എനിക്ക് കണക്ട് ആയി. കാരണം ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് വരാൻ പ്ലാൻ ഇടുന്ന ഫ്രണ്ട്സിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, വീടിന്റെ ഒരു അവസ്ഥ മോശമായതുകൊണ്ട്. സോ ആ 4-ാമത്തെ മിനിറ്റ് മുതൽ പടം എനിക്ക് കണക്ട് ആയി. പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഫ്രാങ്കിയുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടിയാണ് ഞാൻ സിനിമ കാണുന്നത്. ഫ്രാങ്കി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് പിന്നെ നമ്മളെ കുമ്പളങ്ങി പരിചയപ്പെടുത്തുന്നത്. കുമ്പളങ്ങിയിലെ ഓരോ കഥാപാത്രത്തിലേക്കും വരുന്നത് ഫ്രാങ്കിൽ കൂടിയാണ്. ഓഡിയൻസിന് മൊത്തം ഫ്രാങ്കിയാണ് വിളിച്ചു കൊണ്ടുവരുന്നത്. സോ ഈ പടം 2 മണിക്കൂർ 20 മിനിറ്റോട്ടാണ് പടത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതിലത്തെ എല്ലാ സീനുകളും എല്ലാ ഡയലോഗുകളും ഇല്ലേ എനിക്ക് കാണാൻ പാടാണ്. എനിക്കറിയാം ഏതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, പക്ഷെ ഇങ്ങനെയൊക്കെ അറിയുമെങ്കിൽ പോലും ഇല്ലേ ഞാൻ ഓരോ പ്രാവശ്യം കാണുമെങ്കിലും എനിക്ക് ഫ്രഷ് ആയി തോന്നുന്ന ഒരു ബെസ്റ്റ് വർക്ക്. അതാണ് ഞാൻ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്, നമ്മുടെ സിനിമ കാണിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കിട്ടില്ല മാസ്റ്റർ പീസ് വർക്ക് കൂടിയാണ് ഈ സിനിമ. ഇത് ഫ്രാങ്കിയുടെ വരവ്, അതായത് ഇപ്പം വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുമ്പളങ്ങിയിലെ വീടുണ്ടല്ലോ, അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ല, അതായത് ഈ പൊതുവെ ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറ്റാത്ത ഒരു വീടാണ് അവിടെ ഫ്രാങ്കിയുടെ വീട് എന്ന് പറയുന്നത്. സോ വീട് എന്ന് പറയുന്ന കാര്യം ഈ സിനിമയിൽ 1-2 സ്ഥലത്ത് വളരെ സബ്റ്റിലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് വീട് ഒരു കഥാപാത്രമായിട്ട് തന്നെ നമുക്ക് തോന്നാം. ഇതിൽ ആദ്യത്തെ കുമ്പളങ്ങിയിലെ വീട് എടുത്ത് നോക്കി, അത് ഒരു വീടായിട്ട് നമുക്കൊന്ന് സങ്കല്പിക്കാൻ വേണ്ടി പറ്റില്ല. അതായത് പ്രോപ്പറായിട്ട് ഡോറോ ബാക്കി ഒരു സൗകര്യങ്ങളും ഇല്ല, ഒരു കക്കൂസ് പോലും ഇല്ലാത്ത വീടാണത്. ഇനി നമ്മള് ഷമ്മിച്ചാട്ടിന്റെ വീട്ടിലേക്ക് പോയാലോ, പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു വീട്. അതായത് വീട്ടിലെ എല്ലാ ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട്, അന്തസ്, ആഭിജാത്യം, സദാചാര ബോധമൊക്കെ ഉള്ള ഒരു വീട്. പക്ഷെ ആ വീടിന്റെ അകത്തുള്ള ആളുടെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പക്ക സൈക്കോ. നമ്മൾ ഈ പുറമേ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായി തോന്നുന്ന പല വീടുകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതില് നമ്മുടെ ഇയാളില്ല, പ്രശാന്ത് ഇല്ല, അതായത് ബോബിയുടെ ഫ്രണ്ട്. പ്രശാന്തിന് ലൈൻ സെറ്റ് ആവുന്ന സമയത്ത് ഈ ബോബിയും പ്രശാന്ത് ബാറിലിരുന്നിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രശാന്ത് ബോബിയോട് ഇങ്ങനെ പറയും, മച്ചാനെ നീ പോലും നമുക്കൊരു വില തന്നിട്ടില്ല, അവൾക്ക് എന്റെ വീടറിയാം, നിന്നെപ്പോലും ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. സോ ഈ വീട് എന്ന് പറയുന്നത് ഈ സിനിമയുടെ 1-2 സ്ഥലങ്ങളിൽ വളരെ സൈലന്റ് ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ്. കുമ്പളങ്ങിയിലെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് അവര് പറയുന്നില്ലേ, ഈ പഞ്ചായത്തിലെ ഏറ്റവും മോശം വീട് ഇതാണ്, അതുപോലെ തന്നെ ആൾക്കാര് അവർക്ക് വേണ്ടാത്ത ഈ പൂച്ചേനെ നായിനൊക്കെ കളയുന്ന സ്ഥലം കൂടിയാണെന്നൊക്കെ പറയില്ലേ. അതായത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്ത, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ അടക്കം സംരക്ഷിക്കാനും അല്ലെങ്കിൽ അതിനൊരു ഷെൽട്ടർ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യത്തിനെയാണ് വീട് എന്ന് പറയുന്നത്. അല്ലാതെ ഈ കല്ലും മണ്ണും സിമെന്റും ബാക്കിയുള്ള സെറ്റപ്പ് ഒന്നും അല്ല എന്ന് ഈ പടത്തിന്റെ റൈറ്റർ ശ്യാം പുഷ്കരൻ വളരെ സൈലന്റ് ആയിട്ട് ഈ സിനിമയിൽ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യമായിരുന്നു കഥ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ അന്നേ വരെ കണ്ടുകൊണ്ടുന്ന സിനിമകളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അതായത് ഇപ്പൊ നായകനാണെങ്കിലും വില്ലനാണെങ്കിലും നമ്മൾ കാണുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ പണ്ടെപ്പോഴെങ്കിലും വെറും 100
ഏക്കർ സ്ഥലവും ഒരു തറവാടും ഉണ്ടായിരുന്ന, പിന്നീട് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത് കൊണ്ട് മാത്രം തകർന്നു പോയ തറവാട്ടിലെ ഏറ്റവും താഴെയുള്ള ഉണ്ണിത്തമ്പുരാന്റെ കഥകളൊക്കെയായിരുന്നു നമ്മൾ അന്നേ വരെ മെയിൻ സ്ട്രീം സിനിമകളിൽ കണ്ടുകൊണ്ടിട്ടത്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും തൊഴിലാളികളാണ്. അതായത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലെ നായകന്മാരും വില്ലൻ എന്നൊക്കെ പറയുന്നത്. അതായത് വില്ലൻ എന്ന് വെച്ചാൽ ബാർബറാണ്, മുടിയെടുക്കുന്ന ആളാണ്. മറ്റു പിള്ളേരാണെങ്കിൽ മറ്റേ വലക്കാരാണ്, അതായത് മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പശ്ചാത്തലത്തിൽ സാധാരണ കഥ പറയുന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു വലിയൊരു പൊളിറ്റിക്കൽ മൂവാണ്. കാരണം നമ്മൾ അന്നേ വരെ കണ്ടിട്ടുള്ള വെച്ചാൽ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള, ഇനിയിപ്പോ പാവപ്പെട്ടവനാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹൈ കാസ്റ്റ് എങ്കിലും അവകാശപ്പെടാൻ പറ്റുന്ന ചില ആൾക്കാരെയൊക്കെ നമ്മൾ സിനിമകളിൽ കൂടുതലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ വിക്രമാദിത്യൻ സിനിമയിലെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. വിക്രമാദിത്യൻ സിനിമയില് ദുൽഖറിന്റെ ക്യാരക്ടർ ആദിത്യൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷെ അവസാനം IAS റിസൾട്ട് വരുന്ന സമയത്ത് അയാൾ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ആദിത്യൻ മേനോൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരു കള്ളന്റെ മോനാണെങ്കിലും അയാൾ ഒരു മേനോനായിരുന്നു എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള, നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള വർക്കിംഗ് ക്ലാസിന്റെ സിനിമ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസിന്റെ കഥ പറയാനായിട്ട് ഈ കഥാകൃത്തും ഫിലിം മേക്കറൊക്കെ ശ്രമിച്ചു എന്ന് പറയുന്നത് നമ്മുടെ സിനിമ എങ്ങനെ മാറി എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. അത് ഐ അപ്രീഷിയേറ്റ്. നമുക്കറിയുന്ന കഥാപാത്രങ്ങളല്ലാതെ വേറെ ആരും ഈ പടത്തിലില്ല. ഇനി സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാല് ഷമ്മി ചേട്ടൻ എടുത്തു കഴിഞ്ഞാല് 2019 ഈ പടം റിലീസ് ആവുന്നത്. നേരെ ഒരു 10 കൊല്ലം ബാക്കിലോട്ട് പിടിക്കുക. 2009 ഈ പടം ഇറങ്ങുന്നെങ്കിൽ ഷമ്മി ആയിരിക്കും ഈ പടത്തിലെ ഹീറോ, ബാക്കിയെല്ലാം വില്ലന്മാരായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാട് മാറി നോക്കി. അതായത് ഭയങ്കര സൽഗുണ സമ്പന്നനായിട്ടുള്ള കംപ്ലീറ്റ് മാൻ എന്നൊക്കെ പറഞ്ഞ് മീശലും പിരിച്ചു വെക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള സദാചാര ബോധമുള്ള, നിനക്കും നിന്റെ അനിയത്തിക്കും നിന്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ എന്നോടാണ് ചോദിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്ന ഒരു നായകൻ, ഒരു പുരുഷനായിട്ടുള്ള, അതായത് ഒരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പടത്തിലെ വില്ലൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ മാറുന്നുള്ള കാര്യം ആലോചിക്കുക. ഹീറോസ് ആണെങ്കിലോ ജീവിതത്തോട് വളരെ കൂൾ ആയിട്ടുള്ള, വളരെ ലൈറ്റർ ആയിട്ടുള്ള അപ്രോച്ചുള്ള ആൾക്കാരാണ്. സജിയേട്ടനെ നോക്കുക. സജിയേട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് ലൈഫിൽ അങ്ങനെ വലിയ എയിമുള്ള ആളൊന്നുമല്ല. പാർട്ണർഷിപ്പിൽ ഒരു തേപ്പ് നടത്തുന്നുണ്ട്. അതും മറ്റേ തമിഴൻ വിജയൻ ചേട്ടനാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ബോണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോണി എവിടെയോ കിടക്കുന്നത് ശ്രീനാഥ് ബാസിന്റെ കഥാപാത്രം. അയാൾ എങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതായിട്ടൊന്നും എവിടെയും കാണിക്കുന്നൊന്നുമില്ല. പക്ഷെ അയാൾക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പും ഗാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ബോബിയിലേക്ക് വന്നു കഴിഞ്ഞാലോ ബോബി പറയുന്ന ഡയലോഗ് പോലെ തന്നെ ആൾ ചില്ലാണ്, പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ലാത്തൊരു മനുഷ്യനാണ്. പിന്നീട് അയാൾ ബേബി മോളുമായിട്ടുള്ള ഒരു കണക്ഷൻ തുടങ്ങുന്ന സമയത്താണ് അയാൾ ഒരു ജോലി എന്നുള്ള നിലയിലേക്ക് പല പണികളും ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. പിന്നെ ഏറ്റവും താഴെയുള്ള ആള് ഫ്രാങ്കിയുടെ കാര്യം അറിയാലോ. സോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ലൈഫിനോട് വളരെ വലിയ ടെൻഷൻ ഒന്നും ഇല്ലാതെ, അങ്ങനെ വലിയ പ്ലാൻ ഒന്നും ഇല്ലാതെ പോകുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ പടത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ജീവിച്ചു പോകാനായിട്ട് അങ്ങനെ വലിയൊരു ഹൈ എൻഡ് ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏറ്റവും സമാധാനപരമായിട്ട് പോകാനായിട്ട് നമുക്ക് അറിയുന്ന, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ തന്നെ മതി. അതായത് ഈ ബേബി മോളും ബോബിയും ഇവർ ബ്രേക്കപ്പ് ആണ്. അതായത് നീ വേറെ ആളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമല്ലോ ഒരു തുരുത്ത് പോലത്തെ സ്ഥലത്ത്. എന്നിട്ട് ഇവരിങ്ങനെ ബേബി മോള് ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി തോണി എടുത്ത് വരുമ്പോഴത്തേക്ക് ബോബി അവരെ ഫോളോ ചെയ്യും. എന്നിട്ട് ബോബിയായിട്ടൊരു സംസാരത്തിനിടയിൽ അവസാനം ഈ ബോബി ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഇയാൾ വെള്ളത്തിൽ നിന്ന് ചവിട്ടിയിട്ടില്ലേ, ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടിയിട്ട് ഒരു മീൻ അയാള് പിടിക്കും. അപ്പോ ഈ ബേബി മോള് ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ നിനക്ക് മീൻ പിടിക്കാൻ പോയ പേരില്ലേ? അപ്പോ പറയുന്ന സ്റ്റാറ്റസിന്റെ ഒരു പ്രശ്നമെല്ലാം അവിടെ ബോബി പറയുന്നുണ്ട്. മനസ്സിലായി? നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ളതെല്ലാം നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്ന് ഈ സിനിമയിൽ കൂടി വളരെ സൈലന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരാളെ കുറിച്ച് ഞാൻ പറയാം. ഈ സിനിമയിലെ അമ്മയുടെ കഥാപാത്രം, അതായത് ഇവരുടെ അമ്മ ഉണ്ടല്ലോ, അവരുടെ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാല് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇവര് ഈ 4 കുട്ടികളും ചേർന്ന് ഈ മഠത്തിൽ പോയിട്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവര് അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഘട്ടത്തിൽ ആ പെണ്ണുങ്ങൾ ഇത്രയ്ക്കൊരു ദുഷ്ടതയുള്ള ഒരു ദുഷ്ട കഥാപാത്രമാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അവരുടെ ഒരു ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അവര് കുറെ സ്ട്രഗിൾ ചെയ്തു. ആ ഫാമിലിയിൽ നെപ്പോളിയൻ മരിച്ചതിന് ശേഷം അതൊരു കുടുംബമായി മാറ്റുന്നതിന് പകരം അവർക്ക് പറ്റുന്നില്ല. അതൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഒരു തരത്തിലും പറ്റാതെ അവര് സ്വതന്ത്രമായിട്ട് മറ്റൊരു വഴി, അതായത് ഒരു ദൈവ വഴി തെരഞ്ഞെടുത്ത് ആ വഴിയിൽ കൂടി പോയ ആളാണ്. അപ്പോ നമ്മളൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതാകുന്ന സമയത്ത് അവിടെ നിന്ന് വളരെ സൈലന്റ് ആയിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാനും പറ്റണം. അല്ലാതെ വേണമെങ്കിലില്ലേ ഈ 4 ആൾക്കാരെയും ആ കുടുംബത്തിലിട്ട് അവരുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും മൊത്തം ആ കുട്ടികളുടെ നേരെ അവർക്ക് തീർക്കാൻ പറ്റും. പക്ഷെ അവരങ്ങനെ ചെയ്യുന്നില്ല.
ചെയ്തില്ല. അവർക്ക് എന്താണോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത് അവർ ചെയ്തു. അതായത് ആ ഫാമിലി അവർക്ക് മനസ്സിലായി ആ ഫാമിലി അവർക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അവരവിടുന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. സോ അത് അധികം ആൾക്കാർ പറയാത്തൊരു കഥാപാത്രമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ എന്തൊരു ഫാമിലി പറയുന്ന രീതിയിൽ വല്ലാണ്ട് ടോക്സിക് ആയി പോകും. അവരുടെ മൊത്തം പ്രഷറും ഈ കുട്ടികളുടെ മേലെ വരും. ഇതെന്ന് വെച്ചാൽ ആ കഥാപാത്രം വളരെ സൈലന്റ് ആയിട്ട് ഇറങ്ങിപ്പോയി. ഞാനത് ഒരുപാട് തവണ ആലോചിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇത് ഏത് രീതിയിൽ പറയണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല. സോ ഇങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ആ കഥാപാത്രം മേ ബി ഇങ്ങനെ ആയിരിക്കാം. സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളായിട്ടുള്ള സിമി ചേച്ചിയുടെ അമ്മ, അതുപോലെ തന്നെ ലോട്ടറി വയ്ക്കുന്ന ചേട്ടൻ, ഷമ്മി ചേട്ടന്റെ ചേട്ടൻ, ദിലീഷ് പോത്തന്റെ പോലീസുകാരൻ, അവിടെ ഫുട്ബോൾ കളിക്കാൻ വരുന്ന കുട്ടികള്, ശ്രീനാഥ് വാസിയുടെ ഗ്യാങ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ്. നമുക്ക് അറിയുന്ന കഥാപാത്രങ്ങളെ പോലെ നമുക്ക് തോന്നും. പിന്നെ ഈ വീടിനെ കുറിച്ച്, അതായത് കുമ്പളങ്കിലെ വീടിനെ കുറിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല് അത് അമ്മയില്ലാത്തൊരു വീടാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ അച്ഛനില്ലാത്ത വീടാണെങ്കിൽ ഒരു പരിധി വരെ അത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ. അമ്മയില്ലാത്ത വീടാണെങ്കിൽ ഉണ്ടല്ലോ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ആ വീടിന്റെ ടൈം ലൈനിൽ തന്നെ ഒരുപാട് വ്യത്യസ്തത ഉണ്ടാവും. അതായത് ഇപ്പൊ സാധാരണ ഒരു വീട്ടില് അതിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് ആ വീട്ടില് അമ്മ എണീക്കുന്ന സമയം, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ വീടിന്റെ ഒരു ടൈം ലൈൻ സെറ്റ് ആവുക. രാത്രി ഉറങ്ങുന്നത് വരെ. കുമ്പളങ്ങിയിൽ വീടെടുത്ത് നോക്കിയേ, അവർക്ക് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ ഇറങ്ങി പോകും. രാത്രി ഉറങ്ങാനും വെള്ളമൊടിക്കാനും മാത്രമേ അവരെ വീട്ടിലേക്ക് വരാറുള്ളൂ. അങ്ങനെ മൊത്തത്തിലൊരു അത്ഭുതമായ വീടാണ്. അങ്ങനെ കിടന്നിരുന്ന വീട് പിന്നീട് ഒരു വീടായി മാറുന്നത് അവിടെ മറ്റൊരു അമ്മ വന്ന് കയറുന്ന സമയത്താണ്. നമ്മുടെ തമിഴൻ വിജയൻ ചേട്ടന്റെ ഭാര്യ വന്ന് കയറുമ്പോഴത്തേക്കാണ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് ഒരു ടോയ്ലറ്റ് റെഡിയാക്കും, ബാക്കിയുള്ള ഓരോ കാര്യവും ആ ഒരു സ്ത്രീയുടെ വരവോട് കൂടിയിട്ടാണ് അത് പിന്നീട് ഒരു വീടായിട്ട് മാറുന്നത്. അതിനു മുമ്പ് അത് നമ്മുടെ ബോണിയുടെ ഗേൾ ഫ്രണ്ട്, അതായത് ആ ഫോറിൻ ലേഡി വരുന്നുണ്ടെങ്കിൽ പോലും ഒരു വീടിന്റേതായിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ടാകുന്നത് ശരിക്കും നമ്മുടെ വിജയൻ ചേട്ടന്റെ ഭാര്യ വരുന്നതോട് കൂടിയിട്ടാണ്. പിന്നെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങൾക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അവരുടെ കുഞ്ഞു ഡയലോഗ് ആണെങ്കിൽ പോലും ഇല്ലേ, അവരുടെ പൊളിറ്റിക്സും അവരുടെ കാഴ്ചപ്പാടും ലൈഫിനോടുള്ള കാഴ്ചപ്പാടൊക്കെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതില് ഷമ്മി ചേട്ടൻ ഇങ്ങനെ എത്തി നോക്കൂല്ലേ, അവരുടെ ആ ഫോറിൻ ലേഡിയും അതുപോലെ തന്നെ എന്റെ ബോണിയും അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയില്ലേ, അമേരിക്ക ഓക്കെ, ഇന്ത്യയിൽ നടക്കില്ലെന്നൊക്കെ പറയില്ലേ. അവിടെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ഈ പെണ്ണുങ്ങൾ ഇംഗ്ലീഷിൽ പറയേണ്ട രീതിയിൽ തന്നെ ഷമ്മി ചേട്ടന് മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇനി ഈ പടത്തിന്റെ മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു മ്യൂസിക് തെറാപ്പി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ട്രാക്കാണ് ഈ പടത്തിലെ എല്ലാ പാട്ടുകളും. ഈ പടം മ്യൂസിക്കിലെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള പടം കേട്ടോ. സുഷിൻ ശ്യാമിന്റെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക്. ഇതില് ചെരാതുകൾ ഞാൻ പറയണ്ടല്ലോ, ലൈക്ക് ഒരു തെറാപ്പി പോലെയാണ്. ആ പാട്ടിന്റെ എല്ലാ ഭാഗവും നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തരുന്നൊരു ഫ്രീക്വൻസിയിലാണ് അതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഉയർത്തോട് എന്നുള്ള പാട്ടില്ലേ, ആ പാട്ട് സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മറ്റേ ബോബിയുടെ ബേബി മോളുടെ ഫ്രണ്ട് ചോദിക്കില്ലേ, ഇപ്പൊ പ്രശാന്ത് തന്റെ ഫ്രണ്ടിന് ലൈൻ ഉണ്ടോ ചോദിക്കുന്ന സമയത്ത് പണ്ടൊരുത്തി ലവ് ലെറ്റർ കൊണ്ട് വന്നായിരുന്നു, പിന്നെ ഓടിക്കളന്നൊക്കെ പറയില്ലേ. പിന്നെ അങ്ങനെയാണ് ആ പാട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര രസമുള്ള പാട്ട്, ഉയർത്തോട് എന്നുള്ള പാട്ട് കിടിലമാണ്. 2 ഇംഗ്ലീഷ് ട്രാക്ക് ഉണ്ട്. ഒന്ന് സൈലന്റ് കാറ്റും മറ്റൊന്ന് ലഗൂൺ ചിൽസും. ഗംഭീർ, അതായത് ഒരു ഇന്റർനാഷണൽ വർക്ക് പോലെ എനിക്ക് തോന്നിയ 2 ട്രാക്ക് ആയിരുന്നു. ആ 2 ഇംഗ്ലീഷ് ട്രാക്കും പിന്നെ ഒന്ന് പുല്ലേ ലേല്ലോ പുള്ളേ റങ്കുമ. സിനിമയിൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒറിജിനൽ ട്രാക്ക് വേറെ ഉണ്ട്. കിടിലായിട്ടൊരു നാടൻ പാട്ട്, അതും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. സോ മ്യൂസിക്കലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ട് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന ഗംഭീരമായിട്ടുള്ള നല്ല പാട്ടുകളൊക്കെ ഉള്ള സിനിമ കൂടിയാണോ കുമ്പളങ്ങി. അതുപോലെ തന്നെ ഇതിന്റെ വിഷ്വൽസിലേക്ക് വന്നു കഴിഞ്ഞാല് ഗാലിദ് റഹ്മാന്റെ കിഡിലം വിഷ്വൽസ് ഗംഭീരമായിട്ടുള്ള, അതായത് ഈ കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ആ ഒരു ബാക്ക് വാട്ടേഴ്സും പിന്നെ ഈ ബയോലൂമിനസൻസിന്റെ പരിപാടിയും അതുപോലെ തന്നെ എല്ലാം നോക്കിക്കഴിഞ്ഞാലും കിഡിലായിട്ടുള്ള ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വലിയ ഗിമിക്സ് ഒന്നും ഇല്ലാതെ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന വിഷ്വൽസ് എന്താണോ അതിനനുസരിച്ച് പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ ബാക്കിൽ കൂടി സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കും കൂടി വന്നപ്പോഴത്തേക്കും ഒരു കിഡിലം നല്ല പൊന്നു പോലത്തെ മുത്ത് പോലത്തെ ഒരു സിനിമ നമുക്ക് കിട്ടി. 7 വർഷം മുമ്പ് ഇറങ്ങിയ പടമാണ്. ഇന്ന് കാണുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു കിഡിലായിട്ടുള്ള വർക്ക് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. കാരണം ഞാൻ അന്ന് 2019 കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്കാണ് ഇയാൾ വീണ്ടും സിനിമകളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ 7 വർഷമായിട്ടും ഒരു അപ്ഡേഷൻ പോലും തരാത്ത ഒരു മനുഷ്യനാണ് മധു സി നാരായണൻ. അയാള് വീണ്ടും നല്ല സിനിമകൾ ഏതെങ്കിലും കാലത്ത് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇതാണ് ആ പഴയ പടത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ്. ബൈ.